ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് കടമക്കുടി പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നൈറ്റിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സമയം ഒരു 7:15. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കടമക്കുടി സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നല്ല നല്ല കാഴ്ചകളുണ്ടെന്ന് നമ്മൾ കേട്ടത്. നമ്മളിതുവരെ പോയിട്ടില്ല. സോ നമുക്ക് എന്തായാലും കാഴ്ചയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഏകദേശം പോകുന്നത് എവിടുന്ന്, നമ്മളിപ്പോൾ എടപ്പള്ളി ലുലുമോളടുത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിൻ്റെ റൂട്ട് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരാപ്പുഴ അടുത്താണെന്നാണ് കേട്ടിരിക്കുന്നത് അല്ലേ? അവിടെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഒരു കടമക്കുടി പറഞ്ഞൊരു ഐലൻഡാണെന്ന് പറഞ്ഞില്ലേ? ഒരു പ്ലെയിൻ ഐലൻഡാണ്. ഒരു ക്ലസ്റ്റർ ഓഫ് 14 ഐലൻഡ്സ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ എല്ലാവരും പോകുന്നുണ്ടെങ്കിലൊക്കെ ഏർലി മോർണിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? സോ ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ട കാഴ്ചകളാണ്. നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടില്ല. എന്നാൽ കൂടിയും ഭയങ്കര അടിപൊളി നല്ല ഭയങ്കര സീനറി. നമുക്ക് കുട്ടനാടൊക്കെ പോയ ഒരു ഫീല് തന്നെ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ അവിടെ എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് കണ്ടില്ലേ, ഇത് ഭയങ്കര ഭംഗിയുള്ള പ്ലേസാണ്. നല്ല അടിപൊളി സീനറി. നമുക്ക് ഒരു ഏർലി ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂളായിട്ട്, സൺഡേ ഒക്കെ എസ്പെഷ്യലി വന്നു കഴിഞ്ഞാൽ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. കണ്ടമാനം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് ഏകദേശം ലൊക്കേഷൻ എന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ മൊത്തം ഇങ്ങനത്തെ പ്രദേശങ്ങളാണ്. പിന്നെ കണ്ടില്ല, ഇവിടെ കണ്ടമാനം വണ്ടികളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വിചാരിച്ചത് ഇവിടെ പാർക്കിങ്ങാണ് വിചാരിച്ചത്. സംഭവം അതൊന്നുമില്ല. ഇത് ലോക്കലി ഇവിടെയുള്ള ആൾക്കാരുടെ കാർ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് കണ്ടില്ലേ, അങ്ങോട്ട് കാണുന്ന വഴി ഭയങ്കര ചെറിയ വഴിയാണ്. ചെറിയ വഴി മീൻസ് വണ്ടി പോവും, പക്ഷേ അവിടെ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത്. പിന്നെ 2 വണ്ടി വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോണേക്കാട് നല്ലത് എറണാകുളത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്ലേസസിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മാക്സിമം നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. കാരണം അത്രയും ഒരു കാം ആൻഡ് ക്വൈറ്റ് ഏരിയ ആണ്. കാരണം വലിയ അലമ്പുമില്ലാത്ത നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഭയങ്കര ഭംഗിയാട്ടോ. ശരിക്കും ഒരു കുട്ടനാടൊക്കെ പോയ അതൊരു പോലെ തന്നെയുള്ളൊരു ഫീൽ തന്നെയാണ്. കാരണം അത്രയും മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ്. എത്ര ദൂരം നടന്നു പോകാൻ പറ്റുമോ അറിയില്ല. നമുക്ക് എന്തായാലും നമുക്ക് കഴിയാൻ പറ്റുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രം നമ്മുടെ ലക്ഷ്യം. നമുക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുന്നത്. ഇത്രയും കാലം എറണാകുളത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ എല്ലാവരും കാറൊന്നും മാക്സിമം അവിടെ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം റോഡ് ഭയങ്കര കൺജസ്റ്റഡ് റോഡാണ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് ആവും. അതാണ് അവർ ചേട്ടന്മാരെ പറഞ്ഞത്, നിങ്ങൾ മാക്സിമം അവിടെ തന്നെ വെക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത്. സോ എന്തായാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ചേട്ടാ, മെയിനായിട്ട് ഇവിടെ എന്തെങ്കിലും മീൻ വളർത്തൽ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതോ നവംബർ തൊട്ട് ഏപ്രിൽ വരെ ചെമ്മീൻ കെട്ട സീസൺ. ചെമ്മീൻ മാറ്റെന്ന് പറയും. ചെമ്മീൻ പിന്നെ മറ്റു മീനുകളൊക്കെ. അല്ല, അപ്പോൾ അവിടെ ഇങ്ങനെ കാണുന്ന എന്താ ചെയ്യണത്? ഇങ്ങനെ ആക്കിയിരിക്കണം, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുക വെള്ളം മീൻസ് അപ്പുറം ഇപ്പുറം തമ്മിലുള്ള ഒരു വേലിയേറ്റം വലിയ ഇറക്കമുണ്ടല്ലോ. നമുക്ക് ഏരിയയിൽ ഇപ്പോൾ ഇന്നലെ ഈവനിങ് നൈറ്റിൽ വെള്ളം കൊടുത്തുണ്ടാവും. അതുപോലെ തന്നെ
കൂടുതലും പാടി നെൽകൃഷിയാണ് അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അല്ലേ? ജൂൺ ടു നവംബർ ഇപ്പോൾ ഒക്ടോബർ നെൽകൃഷി, കളി റൈസാണ് അവിടെ അരിയാണ് കൂടുതൽ നോക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ചെമ്മീനാണ് അല്ലേ? പിന്നെ കരിമീൻ അങ്ങനെയൊക്കെ ഉണ്ട്. കരിമീനൊക്കെ വളർത്തി നോക്കുന്നത് ഉണ്ട് അല്ലേ? നാടൻ പിലോപ്പികളെല്ലാം ഉണ്ട് അല്ലേ? ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ അങ്ങനെയാണ് എല്ലായിടത്തും ഇവിടെ അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാണുകയാണെങ്കിൽ മെയിനായിട്ട് കാണാനുള്ളത് ഇങ്ങനത്തെ ഏരിയ അത് ഉള്ളിൽ കാണാനെല്ലാം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ പോവാം. കടമക്കുടി ഭാഗത്തോടൊക്കെ പോവാം. കടമക്കുടി ആണല്ലേ? അപ്പോൾ കണ്ടില്ല, ചേട്ടൻ പറഞ്ഞ മാതിരി ഇവിടെ കണ്ടമാനം കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെല്ലാവരും. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇത് കടമക്കുടി പഞ്ചായത്തിലെ ഇവിടെ 15ഓളം അങ്ങനെ ദ്വീപ് പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഇത് 2ാം വാർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അല്ലേ? 2ാം വാർഡിൽ ചേട്ടൻ പറഞ്ഞത് 2ാം വാർഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇവിടെ കാണുകയാണെങ്കിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ പറയുന്ന 14-15ഓളം അങ്ങനെ ദ്വീപ് പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ 2ാം വാർഡാണെന്ന് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇവിടെ അധികം ഈ മീൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ, കരിമീൻ, പിന്നെ സിലോപ്പി അങ്ങനത്തെ മീനുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കുറേ നടന്നു പോകാണ്ട്. അപ്പം നമുക്ക് കഴിയാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പോയിന്റ് കാണാനില്ല. ഇത് കടമക്കുടി മാത്രമേ പറയാൻ പറ്റില്ല, ഇതിന് കുറേ ഐലൻഡുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനത്തെ വരമ്പുകളും ഇങ്ങനത്തെ ബാക്ക് വാട്ടേഴ്സൊക്കെ അങ്ങനെ കാണാനുള്ളത്. ചെറിയൊരു പാലം പോലെ കാണുന്നു. കാരണം ഈ പാടത്തു നിന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു പാലം കാണുന്നുണ്ട് അല്ലേ? ഇവിടെ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. അത്രയും മനോഹരമായ പ്ലേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തെ ഏറ്റവും ഭംഗിയുള്ള പ്ലേസൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തെ പറ്റി പറയാൻ പ്രത്യേകിച്ച് ഇന്ന സ്പോട്ടെന്ന് പറയാനില്ല. ഇങ്ങനത്തെ ഈ പാടങ്ങളും അതുപോലെ തന്നെ ഈ കാഴ്ചകളും ഇവിടുത്തെ എല്ലാ ആൾക്കാരും അങ്ങനത്തെയൊക്കെയുള്ള കാഴ്ചകൾ കാണാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചായിട്ട് ഇന്ന സ്പോട്ടല്ല. ഈ ഒരു സീനിക് ബ്യൂട്ടി എന്ന് പറയാം. അത് മാത്രമാണ് നമുക്ക്, അത് തന്നെയാണ് ഭയങ്കര റിലാക്സേഷൻ കിട്ടാൻ അത് തന്നെ മതിയല്ലോ.
സോ അങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അതാ പറഞ്ഞാൽ നമ്മളൊരു 12 മണി സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഈ സ്ഥലത്തിൻ്റെ ഭംഗി അറിയില്ല, കാരണം ഫുൾ വെയിലാവും. നമുക്ക് മുട്ട വെയിൽസ് നടക്കുമ്പോൾ ആകെ ടയേർഡാവും. ഇതൊരു 6 to 8 മാക്സിമം വരിക, അല്ലെങ്കിൽ ഈവനിങ് ടൈം. പക്ഷേ കുറച്ചും കൂടിയും അല്ലേ രാവിലെ വരികയാവും നല്ലത്, കാരണം എന്നാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ആൾക്കാരായാലും എല്ലാം അടിപൊളിയാണ്. കാരണം ആ ചേട്ടൻ ഇവിടെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. ആ ചേട്ടൻ തന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ പറഞ്ഞു തന്നെ, പോയി നോക്കി നോക്കൂ, നല്ല ഭംഗി കിട്ടുന്നൊക്കെ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ വന്നപ്പോൾ തന്നെ നല്ല കണ്ടില്ലേ. ഇവിടെ ഒരു വഞ്ചി. ഇവിടെ പ്രധാനമായിട്ടും മീൻ റിലേറ്റഡ് ആയിട്ടുള്ള കൃഷികളാണ് ചെയ്യണത്. ചെമ്മീൻ, നേരത്തെ പറഞ്ഞ ചെമ്മീൻ, കരിമീൻ ഒക്കെയാണ് മെയിനായിട്ടുള്ള കാഴ്ചകളുള്ളത്. സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കാം. കാരണം അത്രയും മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ്. തീർച്ചയായും എല്ലാവരും വരണം, എന്തായാലും വരണം. ഒരു ടൈം കണ്ടെത്തി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞേക്കാളും നിങ്ങൾക്ക് ശരിക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവും. കാരണം എത്രമാത്രം ഇവിടെ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ കാണാനുണ്ട്. കാരണം ഇഷ്ടം പോലെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ പാടങ്ങൾ. അങ്ങനെ പോകാൻ നമുക്ക് കുറേ കാണാനുണ്ട്. നമുക്ക് മൊത്തം കണ്ടു തീർക്കാൻ പറ്റില്ല. എന്നാൽ കൂടിയും അതെ, ഷൂട്ടിങ്ങിനായാലും നമുക്ക് വല്ല ഔട്ട്ഡോർ ഷൂട്ടോ അല്ലെങ്കിൽ പ്രീ വെഡിങ് ഷൂട്ട്സൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാഴ്ചകൾ തന്നെയാണ്. നല്ല ഫോട്ടോസും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ടൈം കിട്ടുകയാണെങ്കിൽ വരാൻ നോക്കുക. കാരണം നമ്മൾ കൊച്ചിയിൽ ബാക്കിയുള്ള പ്ലേസൊക്കെ പോകുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ പ്ലേസിൽ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കി നോക്കുക. കഴിയാൻ പറ്റുന്ന നേരത്തെ എത്തുക, പിന്നെ അല്ലെങ്കിൽ ഈവനിങ് എന്തായാലും മാക്സിമം നേരത്തെ എത്താൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നല്ല ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. വെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവേ ആ വെയിലും ടയർഡ്നെസ് വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറേ മടുപ്പ് വരും. ഇപ്പോൾ ഇത് കണ്ടവനെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.